ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത് പ്രകൃതിയിൽ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഓരോ അത്ഭുതങ്ങൾ എത്ര കണ്ടാലും മതിയാവില്ല. ഞാനിതിപ്പോൾ എനിക്ക് അറിയില്ല എത്രാമത്തെ വീഡിയോ ആണ് ഇതിൽ ഈ ജോർജിയ ട്രിപ്പിനെ പറ്റി ഇടുന്നതെന്ന്. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ മനസ്സും അതുപോലെ കുറച്ച് നടക്കാനും ഒക്കെ ആഗ്രഹമുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഇത് വീണ്ടും കാനിയോൺ തന്നെയാണ്. അത് അവിടെ കണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് നടന്ന് കാണുവാനായിട്ട് അത്രയും സൗകര്യത്തോടു കൂടി നമ്മൾ മുകളിലാണ് നിൽക്കുന്നത്. കാനിയോൻ്റെ മുകളിൽ നിന്നിട്ട് അത് എത്ര ഡീപ്പാണ് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്നിട്ട് നമുക്ക് അതിൽ കൂടെ നടന്ന് ഇങ്ങനെ പോകാം. അവിടെയൊക്കെ സെക്യൂരിറ്റിൻ്റെ വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. പ്രകൃതി അത്രയധികം പ്രൊട്ടക്റ്റ് ചെയ്ത ഒരു ചെയ്തിരിക്കുന്നത് കണ്ടപ്പോൾ നമുക്കുണ്ട് ഇതുപോലെയുള്ള ഒത്തിരി കാര്യങ്ങൾ. പക്ഷേ ഒരു ടൂറിസത്തിന് വേണ്ടിയുള്ള ഒരു പ്രൊവിഷനൊന്നും ഉണ്ടാക്കിയിടാതെ ഇപ്പോൾ അതിരമ്പള്ളി വാഴച്ചാലാണ് ഞങ്ങളുടെ അടുത്തുള്ളത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഡേർട്ടി ആയിട്ട് കിടക്കണമെന്ന് അറിയും. പിന്നെ അവിടെ പ്രകൃതിയിൽ കണ്ട വേറൊരു അത്ഭുതം കേവ്സ്. അത് അതുപോലെ തന്നെ നിലർത്തിക്കൊണ്ട്, എന്നാൽ അതിൽ നമുക്കൊക്കെ നടക്കാനും ഒക്കെയുള്ള സൗകര്യം, ഇതുപോലെ സ്റ്റെപ്സും വഴികളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. ഇത് കുത്തേസി എന്ന് പറയുന്ന സ്ഥലത്ത് പ്രൊമത്യൂസ് എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു കേവാണ്. അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. അതിൻ്റെ മുകളിലൊക്കെ നിറയെ കേവിൻ്റെ മുകളിലൊക്കെ നിറയെ വൃക്ഷങ്ങളും കാടുമാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ നടന്നിട്ടാണ് നമ്മൾ ഈ കേവിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഒരു ടീമായിട്ടാണ് കൊണ്ടുപോകുക. ഒരു 20 മിനിറ്റിനുള്ള ഒരേ ടീം വരുന്നവരെ വിസിറ്റേഴ്സിനെ കൂട്ടിയിട്ട് അവർ നടന്ന് ഒരേ ഏരിയാസിൽ ഇങ്ങനെ ഹാള് പോലെയൊക്കെ ഉണ്ട്. അതുപോലെ നടക്കുന്ന വഴിയിലൊക്കെ ചെറിയ ചെറിയ ലൈറ്റുകളാണ്. പിന്നെ ഇതിൻ്റെ ഭംഗി കൂട്ടാനായിട്ട് ഇപ്പോൾ ഇതൊക്കെ ഓരോ ഫോർമേഷൻസ് ആണ്. ഇതിൻ്റെ ഭംഗി കൂട്ടാനായിട്ട് അവർ ലൈറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചെറിയ ലൈറ്റുകളുണ്ട് നടക്കാനായിട്ട്. ഈ പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ തന്നെ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ വിശാലമായ ഏരിയാസ് കാണാം. അപ്പോൾ ഓരോ ഏരിയകളെയും അവർ ഓരോ പേരുകൾ വിളിക്കുന്നുണ്ട്. അതുപോലെ മ്യൂസിക് ഇടുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ. പിന്നെ നമുക്ക് ഇത് ഇവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പോൾ അവർ പറഞ്ഞത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഓക്സിജൻ ലെവൽ, ഹ്യൂമിഡിറ്റി, അതുപോലെ ടെമ്പറേച്ചർ ഇതൊക്കെ ഒരുമിച്ച് ഒരുപോലെ നല്ല രീതിയിലുള്ളത് കൊണ്ട് ആസ്മ രോഗികൾക്കൊക്കെ ഒത്തിരി നല്ലതാത്രേ ഈ ഒരു ക്ലൈമറ്റ്. അതിൻ്റെ ഉള്ളിൽ കയറിയ പുറത്ത് ടെമ്പറേച്ചർ 39-40 ഉണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ 14 ഡിഗ്രി അതിൽ ചൂടുള്ളത്. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാനേ തോന്നില്ല. ഓൾമോസ്റ്റ് 1 മണിക്കൂറിലധികം അതിൻ്റെ ഉള്ളിൽ നടക്കാനുണ്ടായിരുന്നു. എപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ 14 ഡിഗ്രിയാണ് എപ്പോഴും ടെമ്പറേച്ചർ. അത് ചൂട് കാലത്തായാലും തണുപ്പ് കാലത്തായാലും. അതുപോലെ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ഒരു പ്രത്യേകം പറയുന്നുണ്ട് ഫ്ലാഷ് ലൈറ്റുകളൊക്കെ പാടില്ല എന്ന്. അപ്പോൾ ഇതുപോലെയുള്ള കുറേ ഫോർമേഷൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ്, ചില ഇതിലൊക്കെ ഇങ്ങനെ ചില ഫോർമേഷൻസൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ് പോലെ മുഖങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അത് ഒരു ഹോൾ അവർ വിളിക്കുന്നത് ലവ് ഹോൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതൊരു വലിയൊരു ഏരിയ ആണ്. കാരണം അതിലിങ്ങനെ നമ്മൾ ആ ഫോർമേഷൻസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആണിൻ്റെയും പെണ്ണിൻ്റെയും ഫേസ് അതിൽ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ആ ഹാളിന് അങ്ങനെ ഒരു പേരിട്ടത്. സ്റ്റാലക്ടൈറ്റ്സ്, അതാണ് മുകളിൽ നിന്ന് ഇങ്ങനെ ഉയർന്നിറങ്ങുന്ന ഇതുപോലെയുള്ള ഫോർമേഷന് പറയുന്നത്. സ്റ്റാലക്മൈറ്റ്സ് എന്ന് പറയും താഴെ ഉണ്ടാകുന്ന പല ഫോർമേഷൻസ്. All time in winter and in summer 40 Celsius degree. Humidity is 90-80% and oxygen is 20.